നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. പൊയിൽക്കാവ് സ്വദേശി സുധയാണ് കൊല്ലപ്പെട്ടത്. വീടിന് മുൻപിലുള്ള ഷെഡിൽ വെച്ചായിരുന്നു കൊലപാതകം. ഒളിവിൽ പോയ പ്രതി കുട്ടിക്കൃഷ്ണനായി തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തിനായിരുന്നു ഭാര്യയോട് ഇത്രയും വലിയ ക്രൂരത? നവമി, ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി തന്നെ പരസ്പരം കലഹമുണ്ടാകുന്നത് പതിവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം മദ്യപിച്ച് വീട്ടിലെത്തിയ ശേഷം ഇയാൾ ഭാര്യയുമായി നിരന്തരം വഴക്കടിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഉണ്ടായ ഒരു വഴക്കിനൊടുവിലാവാം ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും സുധ എന്ന 52 വയസ്സുള്ള വീട്ടമ്മയാണ് മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ഒരു പുതിയ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ടർപ്പോളിനൊക്കെ ഇട്ടൊരു താൽക്കാലികമായ ഷെഡ് നിർമ്മിച്ചിരുന്നു. ആ ഷെഡിനുള്ളിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് അടുത്ത് തന്നെ ഒരു വാക്കത്തിയും ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട ഭർത്താവ് കുട്ടിക്കൃഷ്ണൻ, മരമുറി കുട്ടിക്കൃഷ്ണൻ എന്ന പേരിലാണ് നാട്ടുകാർക്കിടയിൽ ഇയാൾ അറിയപ്പെടുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പോലീസ് നടത്തുന്നു. ലുക്കൌട്ട് നോട്ടീസിന് സമാനമായ നടപടികളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ വിവിധ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ അയച്ചിരിക്കുന്നു. പോലീസിൻ്റെ നമ്പറുകൾ, ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ പോലീസിനെ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ഇയാൾ പതിവായി പോകാറുള്ള കള്ള് ഷാപ്പുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ, മറ്റ് ആ മേഖലയിലുള്ള ഒളിത്താവളങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഇടങ്ങളിലും ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ അപകട സ്ഥലത്ത് നേരത്തെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 500 മീറ്ററോളം ദൂരെ പോലീസ് നായ പോയെങ്കിലും പിന്നീട് തിരികെ പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഈ വഴിയിലൂടെ ആവാം പ്രതി രക്ഷപ്പെട്ടത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ്. ചുറ്റുപാടും ഒരുപാട് വീടുകളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ അടുത്തുള്ള ആരും ഈ കൃത്യം അറിഞ്ഞില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് നേരത്തെ എത്തിയിരുന്നു. റൂറൽ SP മെറിൻ ജോസഫും വടകര DOSP PK സനൽകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് പൊയിൽക്കാവ് ബീച്ചിനടുത്തുള്ള 4 സെന്റ് കോളനിയിൽ ഈ സുധ എന്ന വീട്ടമ്മയെ വീടിനുള്ളിൽ, അല്ലെങ്കിൽ ഈ ഷെഡിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അത്ര സ്വരച്ചേർച്ചയുള്ള രീതിയിലല്ല നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സ്ഥിരമായി മദ്യപിച്ച് ഇയാൾ വീട്ടിലെത്തുകയും ഭാര്യയുമായി സ്ഥിരം വഴക്കടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പലപ്പോഴും ഈ വീട്ടിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് 2 പെൺമക്കളും ഒരു മകനുമുണ്ട്. ഈ പെൺമക്കൾ ഈ ഇരുവരും തമ്മിലുള്ള ദാമ്പത്യത്തിലുള്ളതും മകൻ ആദ്യ വിവാഹത്തിലുള്ള ആളുമാണ് എന്നാണ് അറിയുന്നത്. ഇവർ എല്ലാവരും വിവാഹം കഴിച്ച ശേഷം, പെൺകുട്ടികൾ വിവാഹം കഴിച്ച ശേഷം അവരവരുടെ ഗൃഹത്തിലേക്കും മകൻ മറ്റൊരിടത്തുമാണ് മാറി താമസിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇവർ മാത്രമാണ് ഈ വീട്ടിലുണ്ടാകുന്നത്. പലപ്പോഴും ഇത്തരം സ്ഥിരമായി വഴക്കുണ്ടാവുന്ന ഒരിടമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒച്ചപ്പാടോ ബഹളമോ ഒക്കെ കേട്ടാൽ നാട്ടുകാർ അത്ര കാര്യമായി ഗൗനിക്കാറില്ല. പലപ്പോഴും ഇരുവരും തമ്മിൽ വഴക്കടിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നാട്ടുകാർ ഇടപെടുമെങ്കിലും അവർ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഒന്നിച്ചു ചേരും, അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തന്നെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു കലഹത്തിനപ്പുറം മറ്റു കാര്യങ്ങൾ ഇവർ ധരിക്കാറില്ല. ഇന്ന് രാവിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീടിനടുത്തൊരു ജോലി നടന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജിയോ ടാഗിങ്, അതായത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള ജിയോ ടാഗിങ്ങിനായി എത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. സുധയെ ഏറെ നേരം വീടിന് പുറത്തു നിന്ന് ഈ തൊഴിലാളികൾ വിളിച്ചിട്ടും മറുപടി ഇല്ലാതെ വന്നതോടുകൂടി പിന്നീട് ഇവരുടെ മകളെ വിവരം വിളിച്ച് ചോദിച്ചു. ഇവർ ഇല്ലേ എന്ന് മകളെ വിവരം ചോദിക്കുകയും മകൾ ഫോൺ റിങ് ചെയ്തപ്പോൾ ഈ വീടിനുള്ളിൽ തന്നെ ഫോൺ ബെൽ അടിക്കുന്നത് കേട്ടു. പിന്നീട് ഈ വീട് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം കാണുകയും ഈ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്ത്. എന്തായാലും മൃതദേഹത്തിന് സമീപം ഈ വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തി കിടപ്പുണ്ടായിരുന്നു. ഒപ്പം മൃതദേഹം ഈ കട്ട പിടിച്ച് താഴേക്ക് രക്തം ഒഴുകുകയും ഉറുമ്പുകൾ ഒക്കെ അരിച്ചു തുടങ്ങുന്ന അവസ്ഥയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോ പുലർച്ചെയോ ഒന്നും ഈ വീട്ടിൽ നിന്നും വലിയ തോതിലുള്ള ശബ്ദമോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ബഹളമോ വഴക്കോ ഒന്നും കേട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വായൊക്കെ അമർത്തി, വായൊക്കെ മൂടിക്കെട്ടിയൊക്കെ ആവാം ഒരുപക്ഷെ ഈ കൊലപാതകം ചെയ്തത്. മദ്യപാനത്തിൻ്റെ പേരിലുണ്ടായ തർക്കം വലിയ ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങുകയും ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന ആവാം നമുക്കൊരു വിലയിരുത്തൽ ഉണ്ടാവാൻ കഴിയുന്നത്. എന്തായാലും മദ്യപാനത്ത് മൂലമുള്ള
ഇത്തരത്തിലെ പ്രശ്നങ്ങൾ അടുത്ത കാലത്തായി വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും മദ്യത്തിൻ്റെ ഒരു അമിത ലഹരിയിലേക്ക് നീങ്ങുന്ന ആളുകളുമൊക്കെ ഭാര്യമാരെ കൊല്ലുന്ന ഒരുപാട് കേസുകൾ കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ പോലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി. താമരശ്ശേരി പോലുള്ളിടങ്ങളിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു അമിത ഉപയോഗത്തെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഈ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പോലീസ് തുടരുന്നുണ്ട്. നന്ദി. അനീഷ, ഒരു കാര്യം കൂടി, കുട്ടിക്കൃഷ്ണൻ സുധയെ നേരത്തെ ഉപദ്രവിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുധ പോലീസിന് പരാതി നൽകിയിരുന്നോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പോലീസിൽ നിന്നും ലഭ്യമായിട്ടുണ്ടോ? അങ്ങനൊരു പരാതി നൽകിയതായി പോലീസിൽ നിന്ന് ഇപ്പോൾ വിവരം ലഭിക്കുന്നില്ല. കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ മദ്യപാനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ പതിവായി നടക്കാറുണ്ട്. ഈ വീട്ടിലാണെങ്കിലും പലപ്പോഴും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അയൽവാസികളടക്കം ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം തന്നെ ഇവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും അവരുടെ സാധാരണ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കുടുംബത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തുള്ളവരുടെ ഇടപെടലിന് പലപ്പോഴും പരിമിതികളുണ്ട്. ഇവിടെയാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചയായി അത്ര വലിയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയൊരു പോരടിക്കുന്ന വഴക്കടിക്കുന്ന സാഹചര്യമൊന്നും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ കുടുംബങ്ങളിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കുടുംബിനികൾ അത് തങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ തീരട്ടെ, അല്ലെങ്കിൽ മറ്റു പുറത്തേക്ക് പോയാൽ അത് മൂലമുണ്ടാകുന്ന ഒരു പരിണത ഫലങ്ങൾ പലപ്പോഴും പോലീസിലും മറ്റുമൊക്കെ പരാതി നൽകുമ്പോൾ ഈ ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകളൊക്കെ ചേർത്ത് പലപ്പോഴും ഭർത്താക്കന്മാർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വരികയും അവരെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾക്ക് വിധേയരാവുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അത് അവനവൻ്റെ വീട്ടിൽ തന്നെ തീർക്കുന്ന ഒരു രീതിയാണ് കാണുക. ഇവിടെയും ആ ഒരു രീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ ഒരു പരാതി ഔദ്യോഗികമായി ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഇയാളുടെ രണ്ടാം വിവാഹമാണ്. നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു. അത് പിരിഞ്ഞ ശേഷമാണ് പിന്നീട്, അല്ലെങ്കിൽ അതിൽ നിന്നും മാറിയ ശേഷമാണ് പിന്നീട് ഈ സുധയെ വിവാഹം കഴിക്കുകയും അവർക്ക് 2 പെൺമക്കളുണ്ടാവുമൊക്കെ ചെയ്യുന്നത്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഒരു കലഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ടും തൊട്ടടുത്ത് താമസിക്കുന്ന ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബീച്ചിനോട് ചേർന്നുള്ള ഈ 4 സെൻറ്റ് കോളനി ഭാഗമൊക്കെ. പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും അയൽവാസികൾ പോലും എത്തി നോക്കുകയോ അല്ലെങ്കിൽ ഒരു അറിയുകയോ ചെയ്യാതിരുന്നതിൽ പോലും അസ്വാഭാവികതകളുണ്ട്. അപ്പം രാവിലെ ഈ 8:30 ആയപ്പോൾ പോലും വീടിൻ്റെ കതവ് തുറക്കുകയോ പുറത്തേക്ക് ആരെയോ കാണുകയോ ചെയ്യാത്തപ്പോൾ പോലും അയൽവാസികൾക്കൊന്ന് നോക്കണമെന്നൊരു സ്ഥിതി വരാറുള്ളത്. കാരണം ഇവരുടെ ഒരു ജീവിതശൈലിയും ഇയാളും മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്ന രീതിയും ഒക്കെ വെച്ച് കണക്കാക്കുമ്പോഴാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നത്. എന്തായാലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഫോട്ടോ എടുക്കുന്നതിനായി അവർ മറ്റുള്ള ആളുകൾ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരമൊരു ദാരുണമായ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. റൂറൽ എസ് പി അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പോലീസ് വളരെ ഗൗരവമുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. ഈ തലയ്ക്ക് ഏറ്റ വെട്ടൽ, കഴുത്തിലുള്ള ഈ വെട്ട് മാത്രമാണോ മരണകാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൂരമായ മർദ്ദനത്തിലോ മറ്റോ ഇവരെ ഇരയാക്കിയോ അല്ലെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ ചെയ്തു എന്തടക്കമുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് പ്രകടമാവും. എന്തായാലും 500 മീറ്റർ മാത്രമാണ് വീട്ടിൽ നിന്നും പോലീസ് നായ മുന്നോട്ട് പോയത്. അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്നു. അതുകൊണ്ട് പോലീസിന് ആൾ പോയ ഒരു ദിശയെക്കുറിച്ച് ഏകദേശം ധാരണ ലഭിക്കുന്നുണ്ട്. ആ മേഖലയിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ള ഒരുക്കമുണ്ട്. ബസ് സ്റ്റാൻഡുകളിലെയും അല്ലെങ്കിൽ ഇയാൾ പതിവായി പോകാറുള്ള കള്ളുഷാപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അവിടെയൊക്കെ CCTV ഒക്കെ പരിശോധിച്ച് ഏത് ഭാഗത്തേക്കാണ് ഇയാൾ എത്തിയിരുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഒരു പഠിച്ച കുറ്റവാളി അല്ലെങ്കിൽ ഒരുപാട് സമർത്ഥമായി പോലീസിനെ നേരിടാൻ കഴിയുന്ന ഒരു കുറ്റവാളിയൊന്നുമല്ല ഇയാൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിന് ഉള്ളത്. ശരി, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഭാര്യയെ ഭർത്താവ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭർത്താവിനായി തിരച്ചിൽ തുടരുന്നു. പത്തനംതിട്ട ഗവിയിൽ അങ്കനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അതിക്രൂരമായി. കഴുത്ത് ഞെരിച്ച വെള്ളത്തിൽ മുക്കിക്കൊന്നതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കൊല്ലപ്പെട്ട സ്ത്രീയുടെ സംസ്കാരം നടന്നു. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്താണ് പോസ്റ്റ്മോർട്ടത്തിൽ വിശദമായി പറയുന്നത്?
നവമി, പ്രതി വിനോദ് കുമാർ ഈ അംഗനവാടി ഹെൽപ്പറെ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായ രീതിയിലാണെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. അത് പ്രധാനമായും ഈ കഴുത്ത് ഞെരിച്ച് പാറയിൽ വെള്ളത്തിൽ മുക്കിയാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം ആണ് വ്യക്തമായിട്ടുള്ളത്. അതിലുപരി ഈ ക്രൂരമായ ബലാത്സംഗത്തിനും യുവതി ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ക്രൂരമായ പീഡനം ഈ ജീവനക്കാരി അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ടതെന്നുണ്ട്. പക്ഷേ ഇക്കാര്യം പൂർണ്ണമായും പ്രതി നിഷേധിച്ചു. തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു, പക്ഷേ താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല. അതേസമയം ക്രൂരമായി കൊലപ്പെടുത്തി, അതായത് വെള്ളത്തിൽ മുക്കിയാണ് കൊലപ്പെടുത്തിയത്. വാക്കേറ്റമുണ്ടായി, തുടർന്ന് കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് വിനോദ് കുമാർ നൽകിയത്. അതേസമയം ബലാത്സംഗത്തിനും യുവതി ഇരയായെന്നുള്ള കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. 4 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ അംഗൻവാടി ഹെൽപ്പർ അംഗൻവാടിയിൽ എത്തിയിരുന്നത്. എന്തായാലും സ്ഥിരമായി ഇവർ നടന്നു വരുന്ന വഴി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ വിനോദ് കുമാർ പ്രതി കൂടെ വരികയും അന്നേ ദിവസം, ഈ വ്യാഴാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്ന ആ ദിവസം തന്നെ ഈ ഹെൽപ്പറുടെ പുറകെ വരികയും പിന്നീട് വനത്തിനോട് ചേർന്ന ഭാഗത്ത് വെച്ചാണ് ഇത്തരം ക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തുകയും ചെയ്തത്. എന്തായാലും ഈ അംഗൻവാടി ഹെൽപ്പറുടെ സംസ്കാരം ഗവിയിൽ നടന്നു. നിലവിൽ 11 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. അത് 5 ലക്ഷം രൂപ KFDCയുടെയും 5 ലക്ഷം രൂപ പെരിയാർ ടൈഗർ റിസർവും 1 ലക്ഷം രൂപ ജില്ലാ കളക്ടറുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 11 ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കൊല്ലപ്പെട്ട യുവതിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിന് കോന്നി MLA വിദ്യാഭ്യാസവും കോന്നി MLA ജനീഷ് കുമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, KFDCയുടെ തോട്ടത്തിലും സമീപ പ്രദേശങ്ങളിലും അവിടെ കോട്ടേഴ്സുകളാണ്, അവിടെ ഈ തോട്ടം തൊഴിലാളികളാണ് താമസിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് താമസിക്കാനുള്ള, ഇത്തരത്തിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആദിവാസികളെ അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അത്തരം കാര്യമാണ് നടന്നിട്ടുള്ളതായാലും വലിയ ജനാവലിയുടെ സ്ഥാനത്താണ് യുവതിയുടെ മൃതദേഹം ഇന്ന് ഗവിയിൽ സംസ്കരിച്ചിട്ടുള്ളത്. നവമി, ശശിനാരായണൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതിയെ ബലാത്സംഗമായി കൊലപ്പെടുത്തിയത് ആരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ ഇടത്താണ്. അപ്പോൾ അത്തരമുള്ള ഇടങ്ങളിൽ പോലീസിന്റെ സുരക്ഷ ശക്തമാക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ CCTV അടക്കം അവിടെ സ്ഥാപിച്ച് സ്ത്രീകളുടെ സുരക്ഷ കുറച്ചുകൂടി ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും കൂടിയില്ലേ? നമ്പി ചോദിച്ചത് ശരിയാണ്. പക്ഷേ വനമേഖലയാണ്, കാരണം ഒറ്റപ്പെട്ട പ്രദേശമാണ്. വൈദ്യുതിയുടെ കാര്യം, അത്തരം കാര്യങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. എങ്കിലും സോളാറിന്റെ ഒക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കൂടുതലും. പക്ഷേ ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ പെട്രോളിംഗ് കൂടി ശക്തമാക്കാനുള്ള നടപടി ഇനി സ്വീകരിക്കുന്ന കൂടി MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വനമേഖലയുടെ തോട്ടം തൊഴിലാളികൾ വനത്തിലൂടെയാണ് റോഡുള്ളത്. ആ റോഡിൽ കൂടി സഞ്ചരിച്ചാണ് ഈ KFDCയുടെ ഏലത്തോട്ടമാണ്. ആ തോട്ടത്തിലും അതുപോലെ അവരുടെ പണിയിടങ്ങളിലൊക്കെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ജോലിക്ക് വരികയും പിന്നീട് വൈകിട്ട് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലാണ്. KFDCയിൽ അവിടെ തന്നെയാണ് കോട്ടേഴ്സുകളല്ല, കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന പ്രദേശമാണ് ഗവിയിലെ ഈ തോട്ടം തൊഴിലാളികളുള്ളത്. അത് ഈ തമിഴർ വംശപ്പെട്ട ആളുകളാണ്. എന്തായാലും ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ വിനോദ് കുമാർ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഉള്ള വ്യക്തിയാണ്. എന്തായാലും ഈ യുവതിയുമായി വിനോദ് കുമാറിന് ബന്ധമുണ്ടായിരുന്നു, അത് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം വിനോദ് കുമാർ പറഞ്ഞു. പക്ഷേ പോർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ട് അത്തരം കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവതിയുടെ ഹെൽപ്പർ നടന്നു വരുന്ന വഴിയിൽ നിരീക്ഷിച്ചതിന് ശേഷമാണ് 4 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം അടുത്തെത്താൻ. അപ്പൊ ഈ കൊലപാതകം നടന്നതിന് തൊട്ട് മുമ്പ് വെച്ച് ഇയാൾ യുവതിയെ കടന്നുപിടിക്കുകയും പിന്നീട് വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് ഈ റോഡ് സൈഡിലെ പാറക്കുളത്തിലേക്ക് മുക്കി കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് നൽകിയത്. അതിനു മുമ്പ് ഈ യുവതി ക്രൂരമായ ബലാത്സംഗത്തിനും ഇരയായ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർശനമായ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടാകും. ഇനിയും രാത്രികാലങ്ങളിലുള്ള സഞ്ചാരങ്ങൾ, അതുപോലെ തന്നെ ആ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് അംഗൻവാടി ഹെൽപ്പറുടെ മൃതദേഹം ഗവിയിൽ സംസ്കരിച്ചത്. തോട്ടത്തിൽ ആദിവാസി മേഖലയിലുള്ള ആദിവാസി ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ, അവിടെ തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ആ മേഖലകളിൽ ആദിവാസി വിഭാഗങ്ങളെ താമസിക്കാൻ അനുവദിക്കില്ല. അത്തരം ആളുകൾ വന്നാൽ അവരെ അവിടെ നിന്ന് മാറ്റി താമസിക്കാനുള്ള നടപടിയുണ്ടാവും. അത്തരം ആളുകളെ താമസിക്കുന്നത് നിരീക്ഷിക്കും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ ഒരു 10:30 കൂടിയാണ് മൃതദേഹം ഗവിയിലെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. MLA അടക്കമുള്ള ആളുകൾ അവിടെ പങ്കെടുത്തിരുന്നു. ഒപ്പം നിരവധി ആളുകളും പങ്കെടുത്തിരുന്നു. അതിന് വലിയ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അത് ആ ചെറിയ ഗവി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ വലിയ ദുഃഖമായിട്ട് അവർ അതീവ
ദുഃഖത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇത്തരം ഒരു സംഭവത്തെ കാണുന്നത്. കാരണം അത്തരം വന്യമൃഗങ്ങളൊക്കെ ഉള്ള കേന്ദ്രമാണെങ്കിൽ ശരി, ഇത്തരം ഒരു സംഭവം ഗവിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രദേശവാസികളെ ഞെട്ടിക്കുന്ന കാര്യം കൂടി. എന്തായാലും തക്കതായ രീതിയിലൊരു ധനസഹായം ഈ 11 ലക്ഷം രൂപയ്ക്ക് പുറമെ കൂടുതൽ ധനസഹായം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഗിരീഷ് കുമാർ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി, ശരി. പത്തനംതിട്ട ഗവിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച അംഗനവാടി ജീവനക്കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠനാണ് വെട്ടേറ്റിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എന്തിനായിരുന്നു മണികണ്ഠനെ വെട്ടിയത്? നവമി, ഈ വെട്ടിന്റെ കാരണം സംബന്ധിച്ച്, ആക്രമണത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഒരു വ്യക്തത നൽകിയിട്ടില്ല. എങ്കിലും കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മണികണ്ഠന്റെ, അതായത് ഉടുമ്പൻചോല ഒട്ടാത്തിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മണികണ്ഠന്റെ വീടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് ഇവരെ മണികണ്ഠനെ തന്നെ ജീപ്പിൽ കയറ്റി ഉടുമ്പൻചോലയ്ക്ക് സമീപം തമിഴ്നാട് അതിർത്തി മേഖലയായ മാൻകുത്തിമീടിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷം വാഹനവും അയാളെയും ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുലർച്ചെയായപ്പോഴേക്കും രാവിലെ ഈ പ്രദേശത്ത് നാട്ടുകാർ വാഹനം കാണുകയും ഒപ്പം രക്തം ഒലിപ്പിച്ച അവസ്ഥയിൽ ആളുകളെ കാണുകയും ഈ മണികണ്ഠനെ കാണുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുകയും ഉടൻ തന്നെ ഉടുമ്പൻചോല പോലീസ് അറിയിക്കുകയും അങ്ങനെ പോലീസ് എത്തി ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പിന്നീട് ഇപ്പോൾ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇയാളുടെ കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിലുള്ള പരിക്ക് ഇയാളുടെ കൈക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 പേര് ചേർന്ന് ഇയാളെ ആക്രമിച്ചതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ 3 ഉടുമ്പൻചോല പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രിൻസ്, പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങളായി പോലീസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത്? ഒപ്പം ഈ പരിക്കേറ്റ മണികണ്ഠന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നവമി, ഈ മണികണ്ഠന്റെ കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിലുള്ള മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ രാത്രി ഏകദേശം അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് നാട്ടുകാർ ഈ സംഭവം കാണുകയും പിന്നീട് അത് പോലീസിൽ അറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് ഈ മേഖലയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി, രക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു സാഹചര്യം, കൈക്ക് സാരമായ ഒരു പരിക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഇയാൾ തന്നെയാണ് പോലീസിനോട് തനിക്ക് വാഹനാപകടമാണെന്നാണ് നാട്ടുകാർ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ഘട്ടത്തിലല്ല ആക്രമണം ഉണ്ടാവുകയായിരുന്നു അറിയുന്നത്. ഇന്നലെയും ആക്രമണം നടത്തിയ 3 പേരെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. മണികണ്ഠൻ അത്തരത്തിലാണ് പോലീസ് മൊഴി നൽകിയിരിക്കുന്നത്. 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ സമീപ മേഖലയിൽ തന്നെ താമസിക്കുന്നവരാണെന്ന് ഉള്ള സൂചനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇവരെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്തായാലും വിശദമായ ഒരു വിവരങ്ങളിലേക്ക് പോലീസ് നൽകിയിട്ടില്ല. ഉടൻ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം പോലീസ് നൽകുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ആക്രമണം കഴിഞ്ഞ രാത്രിയിൽ നടത്തുന്നു. അതിനുശേഷം മണികണ്ഠന്റെ തന്നെ വാഹനത്തിൽ ഇയാളെ ഇവർ മൂവരും ചേർന്ന് ഈ ഇത്തരത്തിൽ ഈ തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്നുള്ള മാൻകുത്തിമേട് എന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അവിടെ വാഹനം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപകടം നടക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വാഹനാപകടം എന്ന രീതിയിൽ ഒരു വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെയാണ് നടന്നതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇന്ന് വൈകുന്നേരത്തോടെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണ വിഷയം നടത്തുന്നുണ്ട്. പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ശരി, ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.
കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറയിലെ ഉണ്ണി മിശിഹ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിൽ പായിൽ പൊതിഞ്ഞ നിലയിൽ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ വീണ്ടും ആശയക്കുഴപ്പം. കല്ലറയുടെ നമ്പർ മാറിയതാണ് സംശയങ്ങൾക്ക് കാരണമായതെന്നും ദുരൂഹതയില്ല എന്നുമാണ് കരിക്കോട്ടക്കാരി പോലീസ് പറയുന്നത്. എന്നാൽ ദുരൂഹത നീങ്ങിയിട്ടില്ലെന്നും കല്ലറ തുറന്നു പരിശോധിക്കണമെന്നും പള്ളി വികാരി ആവശ്യപ്പെട്ടു. നിയമപരമായി മുന്നോട്ടു പോകണമെന്നാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഭയുടെ നിലപാട് ആദ്യമേ അതിൻ്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഇത് അവിടെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കൺവിൻസ്ഡ് അല്ലേ? ഇപ്പോൾ അത് കൺവിൻസ്ഡ് ആണ്. പക്ഷെ അത് മാത്രം പോരാ. അത് പോരാ. കാരണം 2006, 2015 വന്നു. ഞങ്ങൾക്ക് 2 കോടി എങ്ങനെയും വരത്തില്ല എന്നുള്ള ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഉറപ്പ്, അതാണ് ഞങ്ങളുടെ സംശയവും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഓക്കെ, അതിന് തുറന്നു തന്നെ അത് തെളിയണം. അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവണം അല്ലേ? അത് തുറന്നു തന്നെ തെളിയണം, അതിൻ്റെ ക്ലാരിറ്റി കിട്ടണം. പഴയ കല്ലറ 23-ാം നമ്പർ കല്ലറയാണ് ഈ 2 ബോഡി വെച്ചിരുന്നത്. ഇപ്പോഴതിൻ്റെ നമ്പറാണ് 38. അതിനകത്ത് ഇപ്പോൾ യാതൊരു സംശയമില്ല. 2 ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, പള്ളിയിൽ നിന്ന് ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സിബിഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സിബിഷൻ നടത്തി അതിൻ്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. പോലീസിന് ഇപ്പോൾ ഇതിൽ ദുരൂഹത മാറിയത് എങ്ങനെയാണ് സാർ? ആ 2 ബോഡിയും വെച്ച് ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറേൻ്റെ നമ്പർ മാറിപ്പോയതാണ് ഈ ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോൾ ആ 2 കല്ലറയിലും ആ കല്ലറയിൽ വെച്ച് 2 ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ് പള്ളിയുടെ അധികാരികളുടെ സഹായത്തോടെ. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ഒരു കല്ലറയിൽ എങ്ങനെ 2 മൃതദേഹം എന്ന ചോദ്യം സംശയം ഉദിക്കുന്നത് തന്നെയാണ്. അത് സ്വാഭാവികമായൊരു സംശയം തന്നെയാണ്. എന്താണ് പോലീസ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം? നവമി, ഇപ്പോഴും ഈ സംഭവത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്ന് വേണം പറയാൻ. അതാണ് പോലീസ് പറയുന്നതും പള്ളി വികാരി പറയുന്നതും രണ്ടായാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഒരു കല്ലറയിൽ എങ്ങനെയാണ് 2 മൃതദേഹങ്ങൾ വരിക? അതാണ് പള്ളി വികാരി അല്ലെങ്കിൽ ഈ ഇടവക അംഗങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്പർ മാറി എന്ന സാങ്കേതികത്വമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് 38-ാം നമ്പർ ഈ കല്ലറയിലാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം അടക്കിയിരുന്നു. അതിന് തൊട്ട് സമീപത്തായി പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ ഏകദേശം ഒരു പുരുഷന്റേതോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റേതോ തോന്നിപ്പിക്കുന്ന അത്ര നീളത്തിലൊക്കെയുള്ള ഒരു മൃതദേഹത്തിനോട് സാമ്യമുള്ള ഒരു വസ്തു കണ്ടെത്തുന്നത്. എന്നാണ് ഇത് പുറത്തേക്കെടുത്ത് പരിശോധിക്കുന്നതിൽ ഇത്ര ഒരു താമസം എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത് 7 ദിവസമായിരിക്കുന്നു. 7 ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 38-ാം നമ്പർ കല്ലറ കൊടുക്കുന്നു. ആ കല്ലറ തുറക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മൃതദേഹത്തോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു വസ്തു കൂടി കാണുന്നു. അങ്ങനെ അത് വലിയ തോതിൽ അതിന്റെ ഫോട്ടോ അവർ അന്നെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നു. അപ്പോഴും ആർക്കും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് വലിയ ചർച്ചയായതോടുകൂടിയാണ് പോലീസിൽ, അതായത് രേഖാപ്രകാരം ഇതുവരെ ഇതിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നവമി, പല സംശയങ്ങളും ഇതിൽ ഉയരുന്നുണ്ട്. അത് ഇടവക അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഫാദർ പറയുന്നത് അത് ക്ലാരിറ്റിയാണ്. കാരണം ഇത് എന്താണ് ഈ വസ്തു അല്ലെങ്കിൽ ഇത് തുറന്ന് പരിശോധിക്കുന്നതിന് എന്താണ് ഇത്ര താമസം? പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു ഉരുണ്ട കളി പോലെ പലപ്പോഴും തോന്നുന്നുണ്ട്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇതിൽ ദുരൂഹത മാറ്റണമെന്ന് തന്നെയാണ് പള്ളി വികാരി പറയുന്നത്. അതോടൊപ്പം ഈ ഇടവക അംഗങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു കാരണവശാലും ഇങ്ങനെ പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞൊന്നും മൃതദേഹം സംസ്കരിക്കുന്ന ഒരു പതിവില്ല. അങ്ങനെ ഒരു കൃത്യമായി സഭാ ചട്ടപ്രകാരം തന്നെ പ്രോട്ടോകോൾ പാലിച്ച്, ഹരിത പ്രോട്ടോകോളൊക്കെ പാലിച്ച് അങ്ങനെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. അതിനോടൊരു ബഹുമാനം വേണം. പക്ഷേ ഈ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം അതൊരു പ്ലാസ്റ്റിക് പായൽ ഒരു തള്ളിയ രീതിയിൽ, ഈ കല്ലറയിൽ മൃതദേഹം ഒക്കെ തള്ളുന്ന രീതിയിലാണ് അത് ഉള്ളത്. അതുകൊണ്ടാണ് വലിയ സംശയമുള്ളത്. നവമി, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് ലഭിക്കുന്നത്, അത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിലും 2015, അതായത് 2015 ഏറ്റവും അവസാനമായി 38-ാം നമ്പർ എന്ന് പറയുന്ന ഈ കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചത്. അതിന്റെ ആള് ജെയിംസ് എന്ന് പറയുന്ന ആളാണ് മരിച്ചത്. അവരുടെ ബന്ധുക്കളെ കല്ലറ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2015 മുതൽ കോഴിക്കോട് സ്വദേശിയായ ഈ ഇടവകയിൽ വിവാഹം കഴിച്ച ഒരാളെ കാണാതായിട്ടുണ്ട്. ഇയാൾ എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
നൽകിയിട്ടില്ല. പോലീസിൽ ഇത് സംബന്ധിച്ച് അന്ന് പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2015 ഇവിടെ വിവാഹം കഴിഞ്ഞ് ഈ ഇടവകയിലെത്തിയ ആളാണ്. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഒരു പക്ഷേ അത്തരം കേസുകളൊക്കെ റീ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് നൂലാമാലയൊക്കെ ഉള്ളതുകൊണ്ടാണോ പോലീസ് ഇതിൽ പിന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇതിൽ കൃത്യമായി ഇതിൽ DNA ഇനിയിപ്പോൾ ഇത് ഈ പായ തുറന്ന് ഇതിനകത്ത് മൃതദേഹമാണെങ്കിൽ അതിന്റെ DNA പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ സാങ്കേതികമായ ഒരുപാട് നടപടികൾ പൂർത്തീകരിക്കേണ്ടി വരും. അതോടൊപ്പം ഈ RDOയുടെ സാന്നിധ്യം കൂടി വേണം ഇങ്ങനെ മൃതദേഹം പുറത്തെടുക്കണമെങ്കിൽ. പക്ഷേ ഈ ദുരൂഹത മാറ്റണമെന്ന ആവശ്യമാണ് പള്ളി വികാരി അതോടൊപ്പം സഭാ ഈ അംഗങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. ഈ ഇടവകയിലെ അംഗങ്ങളും അതിന്റെ ഭാരവാഹികളും പള്ളി കമ്മിറ്റി മറ്റു ഭാരവാഹികളും ഒക്കെ ചേർന്നുള്ള ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കും. പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത് പരാതി നൽകുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അത്തരം നടപടികൾക്ക് കടക്കാം. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. നിലവിൽ പോലീസ് പറയുന്നത് ഇതിൽ ദുരൂഹതയൊന്നുമില്ല. ഇത് നമ്പർ മാറിയതുമായി ബന്ധപ്പെട്ട്, അതായത് 23-ാം നമ്പർ ആയിരുന്നു നേരത്തെ ഈ 38 എന്ന് പറയുന്ന കല്ലറ, അവിടെയായിരുന്നു 2015 അടക്കിയത്. അതിന്റെ നമ്പർ 2019 പറയുന്നു, മാറ്റിയിരുന്നു. അങ്ങനെ ഇത് 38-ാം നമ്പർ കല്ലറയായി മാറുകയായിരുന്നു. ഇതൊരു പൊതു ഇത്തരത്തിലുള്ള സംസ്കരിക്കുന്ന സ്ഥലമാണ്. അത് കുടുംബ ഇതൊക്കെ ഓരോ ഭാഗത്തുണ്ട്. ഇത് കൃത്യമായി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കല്ലാതെ ഈ ഒരു കല്ലറയിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തു ഇതിലേക്ക് നിക്ഷേപിക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടനയുള്ളത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇതിൽ ഉയരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ 7 ദിവസമായി ഇതിൽ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു മൃതദേഹത്തിനൊപ്പം മറ്റൊരു മൃതദേഹത്തിന് സാമ്യമായുള്ള വസ്തു കണ്ടെത്തിയെന്ന വാർത്ത പ്രചരിക്കുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും പോലീസ് ഒരിക്കൽ പറയുന്നു ദുരൂഹതയൊന്നുമില്ല, ഇനി ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത് അവസാനിച്ചു എന്നാണ്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ പള്ളി വികാരി രംഗത്ത് വരുന്നതും ഇതിൽ ദുരൂഹതയുണ്ട്, ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, നമുക്കിതിലൊരു വ്യക്തത വേണം എന്ന ഒരു കാര്യം പള്ളി വികാരി വ്യക്തമാക്കുന്നത്. എന്തായാലും അത് അവർ പറയുന്നത് അതിൽ കൃത്യമാണ്. കാരണം ഇങ്ങനെ ഒരു വസ്തു കണ്ട് അത് പിന്നീട് അത് വലിയ തോതിലുള്ള ഒരു ആരോപണത്തിലേക്കോ പരാതിയിലേക്കോ വരാതെ ഇപ്പോൾ തന്നെ ആ ഒരു വസ്തു പുറത്തേക്കെടുത്ത് അതിനകത്ത് എന്താണ് എന്ന് നോക്കുക. അത് മൃതദേഹമാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു DNA പരിശോധന ഉൾപ്പെടെ നടത്തി ഈ ജെയിംസ് എന്ന് പറയുന്ന ആളുടെ മൃതദേഹം ഇതിൽ അടക്കിയിട്ടുണ്ട്. പിന്നീട് 2006 ഇതേ ഒരു കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചത്. 2006 ശേഷം 2015 അങ്ങനെ ഇത്രയും വലിയൊരു ഗ്യാപ്പ്, ഇത്രയും വലിയൊരു ഇടവേള ഉണ്ടായിട്ടും ഇതിൽ എങ്ങനെയാണ് ഈ മൃതദേഹം, ഫോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് 7 ദിവസം മുന്നേ എടുത്ത ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോയിൽ വലിയ 10 വർഷത്തേന്നും പഴക്കം അതിൽ ആ ഒരു മൃതദേഹത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുവിന് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്? മറ്റെന്തെങ്കിലും സംശയകരമായ സംഭവങ്ങൾ ഈ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഈ ഒരു സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതും വളരെ പ്രധാനമാണ്. കാണാതായ മറ്റു ആളുകളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ ഇങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒരാളെ കാണാതായിട്ടുണ്ട്. ദുരൂഹ സാഹചര്യത്തിലാണ് കാണാതായിട്ടുള്ളത്. 2015 ശേഷമാണ് കാണാതായതെന്നും പറയുന്നുണ്ട്. അക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു തുടരന്വേഷണം ഉണ്ടായിട്ടില്ല. ഇതിലെന്താണ് പോലീസിന് ഇത്ര മറച്ചുവെക്കാനുള്ളത്? പലപ്പോഴും വാർത്തകൾക്കായി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലും അവർക്ക് വലിയ തോതിൽ ഇതിലൊരു മറുപടി പറയാൻ പോലും അവർ തയ്യാറാത്ത സാഹചര്യമുണ്ട്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിരന്തരം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് സമീപനം വളരെ മോശമായ സമീപനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിൽ പലപ്പോഴും പോലീസ് വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മോട് സഹകരിക്കാറുണ്ട്, അവർ കാര്യങ്ങൾ പറയാറുണ്ട്. ഈ നമുക്ക് ആ ബൈറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അവർ സംസാരിക്കുന്ന രീതി. പരാതി വന്നോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൃതദേഹം ഉണ്ട് എന്ന് വലിയ തോതിൽ നാട്ടിൽ പ്രചരിക്കുന്നു. എന്തുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തിക്കൂടാ? ഒരു മുൻകൈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ആരെങ്കിലും കാണാതായിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ DNA അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് വലിയൊരു സംഭവത്തിലേക്ക് ഈ ഒരു ചുരുളയുന്ന കാര്യങ്ങളിലേക്ക് ഇത് പോകും. ഇനി അതല്ല, ഇത് മൃതദേഹമല്ല മറ്റെന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അത് ഈ ഒരു വിവാദം അവിടെ അവസാനിക്കും, ഈ ദുരൂഹത അവിടെ അവസാനിക്കും. അങ്ങനെ ഈ ദുരൂഹത അവസാനിപ്പിക്കേണ്ടതിന് പകരം സാങ്കേതികമായി ഈ ഒരു ജെയിംസ് എന്ന് പറയുന്ന 2015 മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ എത്തി കല്ലറ ചൂണ്ടിക്കാട്ടി, 38-ാം നമ്പർ കല്ലറ ചൂണ്ടിക്കാട്ടി അവിടെയാണ് സംസ്കരിച്ചെന്ന് പറയുന്നു. 2015 ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ അവിടെ വലിയ പഴക്കമില്ലാതെ അല്ലെങ്കിൽ ഇതിന് ഒരേ കല്ലറയിൽ തന്നെ ഒരു മൃതദേഹം എങ്ങനെ വന്നു എന്ന ചോദ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഒരു സംസ്കാരം നടത്താറില്ല. പ്രത്യേകിച്ച് ഇത് സെമിത്തേരി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയുടെ അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സ്ഥലത്താണ് സെമിത്തേരി ഉള്ളത്. ആർക്കെങ്കിലും
ആർക്കെങ്കിലും കടന്നു ചെല്ലാനോ പുറത്തുനിന്നും ഏതെങ്കിലും വസ്തു എടുത്ത് ഇതിനകത്ത് ഇടാനോ ഒന്നും സാധിക്കില്ല. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പള്ളിയിൽ അടുത്ത് കളിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ സെമിത്തേരിയുടെ വാതിൽ തുറക്കാൻ പറ്റൂ, അതിനകത്ത് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ മൃതദേഹം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു. ബൈജു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2015 ആ പ്രദേശത്ത് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവാവിനെ കാണാതെ പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ പോലീസ് അതിൽ പ്രത്യേകിച്ച് അന്വേഷണമൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കല്ലറയിൽ ഇത്തരത്തിലുള്ളൊരു സംശയം വരുമ്പോൾ പോലും പോലീസിന്റെ മറുപടിയിൽ ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പോലീസിനോട് അത് ചോദിക്കുമ്പോൾ അത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മറുപടി നൽകണം. ബൈജുവിനോട് പോലും അത്തരത്തിൽ പോലീസ് കൃത്യമായി ആശയവിനിമയം നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് പോലും ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പോൾ പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒളിച്ചുകളി ഈ കേസിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലൊക്കെ സംശയിക്കപ്പെടുന്ന കുറേ സാഹചര്യങ്ങളാണ് ഈ ഒരു കേസുമായി ഇതിന്റെ പിറകെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പോലീസിൽ ഇതിൽ ഒരു വ്യക്തത നമ്മൾ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനോട് മറുപടി പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് പോലീസ് പ്രതികരിക്കുന്നത്. ഒരു പക്ഷേ ഈ 2026 പോലീസും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും നല്ല സൗഹൃദമാണ്. ഏത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാലും അവരൊക്കെ വാർത്തകൾ നൽകുകയും ഇതിൽ കൃത്യമായ വിവരങ്ങൾ, കാരണം ജനങ്ങൾക്ക് കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു ഇടവക ആകെ ഒരു ആശങ്കയിലായി നിൽക്കുന്ന ഒരു വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരു കേസിൽ പോലും പോലീസിന് ഇങ്ങനെ ഒരു നിലപാട് തുടരുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു മൃതദേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലോ മറ്റോ ഉണ്ടെന്ന് തോന്നിയാൽ പോലീസ് സ്വമേധയാ കയറി ചാടി അത് പരിശോധിക്കുകയും അതിൽ അത്തരം ഒരുപാട് കേസുകൾ പരിശോധിച്ച് കാണാം. അങ്ങനെ മനുഷ്യന്റെ അസ്ഥികളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഒരു മൃതദേഹമാണെന്ന് ഒരു സംശയം കൃത്യമായി ഇപ്പോഴും പള്ളി വികാരി ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇപ്പോഴുള്ള പള്ളി വികാരി ഈ അടുത്ത് വന്നതാണ്, 2015 ഇതിൽ ഈ ഒരു കല്ലറ അവസാനമായി തുറന്നതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിവല്ല. കാരണം ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും സ്ഥിരമായി അവിടെ ആളുകൾ ഉണ്ടാകാറുമില്ല. ഒരു പക്ഷേ ഇതിനടുത്ത് കളിക്കുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു വസ്തു അവിടെ കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ആർക്കെങ്കിലും അവിടെ അത്തരം വസ്തുക്കളൊന്നും വിടാൻ പറ്റില്ല. പക്ഷെ പോലീസ് എന്തിനാണ് ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ദുരൂഹതകളെല്ലാം നീങ്ങി. ഇന്നലെ രാത്രിയോടുകൂടി പരിശോധന നടത്തി. അതായത് ഈ ഒരു വസ്തു പുറത്തേക്കെടുക്കാതെയാണ് പോലീസ് ഇത് പറയുന്നത്. അതായത് സാങ്കേതികമായി 38ഉം അത് 23ഉം തമ്മിൽ മാറിയതാണ്. 2006 2015 മൃതദേഹമാണ് അത് രണ്ടും എന്നാണ് പറയുന്നത്. എത്രത്തോളം പഴക്കമുള്ളതാണെന്ന് ഓർക്കണം. 2006 2015 മൃതദേഹമാകാം പ്ലാസ്റ്റിക് ചാക്കിൽ ഇത്തരത്തിൽ കെട്ടി ഇവിടെ കാണുന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം കാലം ഈ മൃതദേഹം അങ്ങനെ തന്നെ കിടക്കുമെന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം സംശയം തീർക്കാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി ആ ഒരു വസ്തു പുറത്തേക്കെടുത്ത് അത് തുറന്ന് പരിശോധിച്ച് അതിൽ നിന്നും കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. സ്വാഭാവികമായും അതല്ലെങ്കിൽ അത് പിന്നീടും ഇതൊരു വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാവും. അതല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള ഒരു മോശമായ രീതിയിലേക്ക് പോകും. കാരണം ഇത് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വളരെ ഉന്നതമായ നിൽക്കുന്ന ഒരു പള്ളിയാണ്. അത്രത്തോളം ഇടവക ആളുകളെല്ലാം നല്ല സൗഹൃദാന്തരീക്ഷത്തിലും നല്ല രീതിയിലും പോകുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളുള്ളത്. അതിലൊരു വ്യക്തത വരുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും നാളത്തെ യോഗം പ്രധാനപ്പെട്ടതാണ്. ആ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം പോലീസിന് പരാതി നൽകും. ഇനിയിപ്പോൾ പോലീസിന് പരാതി നൽകി FIR ഇട്ടാൽ മാത്രമേ ഇനി തുടർ അന്വേഷണം ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതല്ലാതെ ഇന്ന് ഫോറൻസിക് പരിശോധന ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ ഇതൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരവൊന്നും അവർ നൽകുന്നില്ല. ഇതിൽ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റില്ല. അത് ഈ പള്ളി വികാരിയായാലും ഇടവക അംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും പോലീസ് ഇതിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി പരാതി ഇല്ലെങ്കിൽ പരാതി നിർബന്ധപൂർവ്വം എഴുതി വാങ്ങാൻ വേണ്ട ഒരു പോലീസ് സംവിധാനമാണ് ഇപ്പോൾ. ഇതിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കാം എന്ന രീതിയിലൊക്കെ വളരെ അഴകുഴമ്പൻ സമീപനവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ കൃത്യമായി അങ്ങനെ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അയാളുടെ മൃതദേഹമാണ് ഇതെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് അയാൾക്ക് സംഭവിച്ചെന്നൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതെല്ലാം തിങ്കളാഴ്ചയോടുകൂടി ഇതിനൊരു തീരുമാനമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, KV ബൈജു ആയിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ ഇരിട്ടിയിലെ ഉണ്ണിമിശിഹ പള്ളിയിലാണ് ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങളിലേക്കും വാർത്തകളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.
ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ പിന്തുണയുള്ള ഗോത്രവർഗക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന അധിനിവേശ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 70 കേസുകളിലായാണ് അന്വേഷണം തുടരുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കോടതി ഉത്തരവ് വന്ന ശേഷം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മൈക്രോ ഫിനാൻസ് കേസിൽ ആദ്യ കുറ്റപത്രം വെള്ളാപ്പള്ളിക്കെതിരെ വിശദാംശങ്ങൾ. നവമി, ഈ കേസ് കഴിഞ്ഞ 10 വർഷമായി അന്വേഷണത്തിലാണ്. ഇതുവരെയും തന്നെ അതിൻ്റെ ഒരു പുരോഗതിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനമാണ് വിജിലൻസിനെതിരെ നടത്തിയത്. നിങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്? അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ആളെ തന്നെ മാറ്റേണ്ടി വരുമോ? എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇത്ര കണ്ട സാവകാശം ആകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ നിശ്ചിത സമയത്തിനകം ഹാജരാക്കണം. ഈ കേസിൻ്റെ മുഴുവൻ റിപ്പോർട്ടും കോടതിക്ക് പരിശോധിക്കണമെന്ന രീതിയിലേക്കെല്ലാം കടുത്ത പരാമർശങ്ങളിലേക്ക് പോകുന്നു. അതിനിടെയാണ് ഇന്ന് വളരെ നാടകീയമായിട്ട് തൊട്ട് പിറ്റേന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രത്തിന് അനുമതി നൽകുന്നത്, വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകുക എന്നത്. അതായത് ഇനി വരുന്ന കോടതി ജൂലൈ 9 ഈ കേസ് പരിഗണിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ കോടതിയിൽ ഇത് കുറ്റപത്രത്തിൻ്റെ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കും. അതോടൊപ്പം 70 കേസുകളിലായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ 2 കേസുകൾ കൂടി ഈ നടപടികൾ കുറ്റപത്രത്തിന് സമർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ അതിൻ്റെ അന്തിമ അനുമതിക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കൂടി വിശദാംശങ്ങളും കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് വയനാട് യൂണിറ്റ് സംബന്ധിച്ച കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. 15 ലക്ഷം രൂപയുടെ അവിടെ അഴിമതി ആരോപണം അവിടെ ഉണ്ടായിരുന്നതിൽ 10 ലക്ഷം രൂപയുടെ അഴിമതിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് കുറ്റപത്രത്തിലടക്കം ഉൾപ്പെടുത്തുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിന് ആധാരമായ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നുമാണ് ഒരു വലിയ തുക കടമെടുക്കുന്നു. കുറഞ്ഞ പലിശയ്ക്ക് കടമെടുത്തുകൊണ്ട് SNDPയുടെ മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റ് വഴി അതുവഴിയാണ് ഈ തുക കൂടിയ പലിശക്ക്, അതിനേക്കാളും കൂടിയ പലിശക്ക് ഇവർ മറ്റുള്ളവർക്ക് നൽകുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ അഴിമതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിയിലടക്കം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ ഇത് എവിടെയും എത്താത്ത രീതിയിലേക്ക് പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ ഉണ്ട് എന്ന ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കാലയളവെടുക്കുമ്പോൾ അതിൽ
SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന് സംസ്ഥാന സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ട് വളരെ അടുപ്പത്തിൽ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്കെതിരെയുള്ള അന്വേഷണം അത് മന്ദഗതിയിലാക്കുന്നുവെന്ന ആരോപണം ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സർക്കാർ മാറുന്നു. അതിനുശേഷമാണിപ്പോൾ മറ്റ് സത്വരമായ നടപടികളിലേക്ക് അടക്കം പോകുന്നത്. ഇതിൽ അഴിമതി നിരോധന നിയമവകുപ്പ് പ്രകാരം കൂടി ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂഷൻ അനുമതി കൂടി ഇതിൽ വേണ്ടിവരും. ഏതായാലും അത്തരം നടപടികളിലേക്ക് അടക്കം കടക്കുകയാണ്. 70 കേസുകളിൽ ഇനിയും കേസുകൾ അവശേഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നവമി. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി. വിവാദങ്ങൾക്കിടയിൽ ഡോക്ടർ റീന ഇന്നും ജോലിക്കെത്തി. താൻ വന്നത് കോടതി ഉത്തരവ് പ്രകാരമാണെന്നും പങ്കെടുക്കേണ്ട നിർണായക യോഗത്തിൽ തള്ളിക്കയറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഡോക്ടർ റീന പറഞ്ഞു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു PTS മുതൽ മിനിസ്റ്റർ വരെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു വകുപ്പാണ്. നാളെ ഇതുവരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഭാവിയിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ മരിച്ചു പോകാം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിച്ചു പോകാം, പക്ഷെ സിസ്റ്റം വിൽ കണ്ടിന്യൂ. അതാണ് എന്റെ അത്. അതേസമയം റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിലെ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിന് ശേഷം നടപടി ചെയ്യും. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയാം, അതായത് DHSന്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. മറ്റേ ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. സ്റ്റേ ലഭിക്കും വരെ ഫലത്തിൽ 2 ഡയറക്ടർമാർ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ല, കുഴപ്പമില്ല. ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലന്റായി പ്രവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പിലെ കസേരകളിക്ക് പിന്നാലെ പുറത്തിറക്കിയ പുതിയ സർക്കുലറും വിവാദമായിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘ അവധി നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഒരു തുരപ്പൻ പണികളും കസേരയിലിരുന്ന് വേണ്ട എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പക്ഷേ റീന അതിനെയെല്ലാം നിഷേധിക്കുകയല്ലേ? തീർച്ചയായും അതിനെല്ലാം വ്യക്തമായി ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു ഇന്ന് റീനയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. കാരണം കാര്യമായി പറഞ്ഞ പല കാരണങ്ങളും, അതായത് ഈ അവധി എടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒപ്പം തന്നെ നിപ ഫലം കൃത്യമായി മന്ത്രി അറിയിച്ചില്ല എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പല കാരണങ്ങളും. അതായത് അവധിയുടെ കാര്യമാണ് പ്രധാനമായും സ്ഥലമാറ്റത്തിൽ എടുത്തു പറയുന്നതെങ്കിൽ പോലും ഇതെല്ലാം, അതായത് നിപ ഫലം അറിയിച്ചില്ല, ഒപ്പം തന്നെ ശബരിമല ഡ്യൂട്ടിയിലടക്കം ഡോക്ടർമാരെ നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇതിനു പിന്നാലെ വന്നിരുന്നു. എന്തിനായാലും അതെല്ലാം ശരിയായ രീതിയിൽ ഗണ്ണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഡോക്ടർ റീനയുടെ പ്രതികരണം വന്നത്. പ്രധാനമായും നിപ ഫലം അത് തന്നെ അറിയിക്കാൻ വൈകിയിരുന്നു. പക്ഷേ അത് ഉടൻ തന്നെ മന്ത്രിയെ ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ശബരിമല ഡ്യൂട്ടിയിൽ ഡോക്ടർമാരെ നൽകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഈയൊരു മാസപൂജയിലടക്കം ഡോക്ടർമാരെ കൃത്യമായി നൽകിക്കൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതെല്ലാം വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ഡോക്ടറുടെ പ്രതികരണം ഉണ്ടായത്. എന്തിനായാലും നിലവിൽ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് കയ്യിലുണ്ട്. ആ ഉത്തരവ് പ്രകാരം താൻ തന്നെയാണ് ഡയറക്ടർ. അതുകൊണ്ട് താൻ എല്ലാ ദിവസവും ജോലിക്ക് വരും. കഴിഞ്ഞ ദിവസവും വന്നിരുന്നു, ഇന്നും വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത് കോടതി വരരുത് എന്ന് പറയുന്നത് വരെ താൻ ജോലിക്കായി ആസ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനോ അല്ലെങ്കിൽ ആസ്ഥാനത്തോ യോഗത്തിലേക്ക് തള്ളിക്കയറാനോ ഒന്നും തന്നെ താൻ തയ്യാറല്ല എന്നടക്കം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാലും ഇന്നും ഇപ്പോഴും അവർ അവിടെ ഓഫീസിനകത്ത് തുടരുകയാണ്. അവർ ജോലിയിൽ വ്യാപൃതരാകുന്നു എന്നാണ് റീന പറയുന്നത്. കാരണം അവിടെ ഒരുപാട് ജോലികളുണ്ട്, അത് കൃത്യമായി നടത്തിപ്പോകുന്നു. കാരണം ഡയറക്ടറുടെ ഇപ്പോൾ പകർച്ചവ്യാധികളടക്കം തുടരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജോലികൾ ഇപ്പോഴും പെൻഡിംഗായി കിടക്കുന്നുണ്ട്. പല കാരണങ്ങളും, അതായത് പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം നടത്തേണ്ടതുണ്ട്. അതിലടക്കം തന്റെ ശ്രദ്ധ ചെലുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം, അതായത് സർക്കാർ അപ്പീലിന് പോയതോ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങളോ ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുമാണ് ഇന്ന് ഡോക്ടർ റീനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അതായത് സർക്കാർ നിയോഗിച്ച ഡോക്ടറും ഇപ്പോൾ കൃത്യമായി ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണ്. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നവമി.
ശരി, തിരുവനന്തപുരത്ത് നിന്നും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആക്കുളം ലുലു മോളിന് സമീപം ഫർണിച്ചർ ഷോപ്പിൽ വൻ തീപിടുത്തം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പൂർണ്ണമായ ഭൗതിക നിയന്ത്രണം ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. മറിച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെയും മാറുന്ന നയതന്ത്ര സമീപനത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണിത്. അതിർത്തിയിലെ കടന്നുകയറ്റങ്ങളോടും പാകിസ്ഥാൻ നടത്തുന്ന നിയമവിരുദ്ധ ഭരണഘടനാ തിരുത്തലുകളോടും ഇനിയും മൃദുവായ സമീപനമില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ പാക് ഇടപെടലുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ കേവലം ഭൂപടത്തിലെ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ദേശീയ സുരക്ഷയുടെയും വിശാലമായ അർത്ഥതലങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാൻ രാജ്യം ഇപ്പോൾ മടിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചരിത്ര പശ്ചാത്തലവും ഭരണഘടനാപരമായ നിലപാടും വിശദമായി പരിശോധിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു തർക്ക പ്രദേശമല്ല എന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും. 1947 അന്നത്തെ ജമ്മു കാശ്മീർ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ലേനക്കരാർ വഴി ഇന്ത്യയോട് പൂർണ്ണമായും ചേരാൻ തീരുമാനിച്ചതോടെ ജമ്മു കാശ്മീരിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇത് തികച്ചും നിയമപരമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവരുടെ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാരുടെയും നേതൃത്വത്തിൽ നടന്ന അധിനിവേശത്തിലൂടെ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം അവർ അനധികൃതമായി പിടിച്ചെടുക്കുകയായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാൻ തിരുവനന്തപുരം ആക്കുളം ലുലു മോളിന് സമീപം ഫർണിച്ചർ സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ തീയണച്ചത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തമുണ്ടായത്? രാവിലെ 11 മണിയോടെയാണ് ആനയിറക്കിയ സമീപമുള്ള ഈ ഫർണിച്ചർ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പിന്നിലെ ഗോഡൌണിലെ ഏറ്റവും പിന്നിലെ ജനറേറ്റർ റൂമിൽ നിന്ന് തീ പടർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ പിൻവശത്ത് നിന്ന് മുൻവശം വരെയുള്ള ഗോഡൌണിനുള്ളിലെ ഫർണിച്ചറുകൾ, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതടക്കമുള്ള ഫർണിച്ചർ ഉപകരണങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം മെത്തകളുണ്ടായിരുന്നു. ഇങ്ങനെ ആ ഗോഡൌൺ മുഴുവൻ അഗ്നിക്കിരയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ചാക്ക, അതോടൊപ്പം തിരുവനന്തപുരം, കഴക്കൂട്ടം യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തി. ഏതാണ്ട് 1 മണിക്കൂർ സമയം വലിയ പ്രയത്നം നടത്തിയാണ് തീ അണയ്ക്കാനായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പക്ഷേ ഇതിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു സൂചന ഇതുവരെ ഇല്ല. ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. അതിനെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നതേയുള്ളൂ. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. ഈ സ്ഥാപനം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ തൃപ്രയാറിൽ കാർ ആക്രമിച്ച 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, പ്രതികളെ തിരിച്ചറിഞ്ഞോ? എന്താണ് പോലീസ് പറയുന്നത്? നവമി, കഴിഞ്ഞ ദിവസം പാലക്കാട് വിളയൂരിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പണം കവർന്നത്, അതായത് രൂപ ഡോളറാക്കി മാറ്റി നൽകാമെന്ന് പറഞ്ഞ് ഈ രഞ്ജിത്ത് എന്നയാളും അയാളുടെ സംഘത്തിലുള്ളവരും ചേർന്നാണ്
ഈ പഞ്ചായത്ത് അംഗമായിട്ടുള്ള മുഹമ്മദ് റാഫിയും കൂട്ടരെയും തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്തിന്റെ വീട്ടിൽ വെച്ച് പണം ഡോളർ കൈമാറാമെന്ന ഉറപ്പിൽ കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവരെ പ്രധാന പാതയിൽ നിന്നും ഇടറോഡിൽ എത്തിക്കുകയായിരുന്നു. വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്ന രഞ്ജിത്ത് ഇവരുടെ വാഹനത്തിൽ കയറി. പിന്നീട് വീടെത്താറായെന്ന് പറഞ്ഞ് CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പട്ടാമ്പി സ്വദേശികളായിട്ടുള്ള ഈ ആക്രമണത്തിന് ഇരകളായവർ നൽകിയ മൊഴി. ഇതിനിടെ പിന്നിൽ നിന്നെത്തിയ ഇന്നോവ കാറിലെ 6 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. മുളകുപൊടി സ്പ്രേ ചെയ്ത് ആക്രമിച്ച ശേഷം 16 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞെന്നാണ് പരാതി. ഈ സംഭവത്തിന് ശേഷം രഞ്ജിത്തും ആക്രമണ സംഘത്തിനൊപ്പം രക്ഷപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റുള്ള ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണത്തിനും കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. സമാന രീതിയിലുള്ള മറ്റൊരു കവർച്ചാ കേസിൽ വയനാട്ടിൽ ഇതിനു മുൻപ് പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഈ രഞ്ജിത്ത്. ഈ രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഈ കുടൽപ്പണ സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും അതോടൊപ്പം ഈ സംഭവത്തിന് പിന്നിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും രഞ്ജിത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ രഞ്ജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആക്രമണം നടത്തിയ മറ്റ് 6 അംഗ സംഘത്തെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ രഞ്ജിത്തിന് ഒപ്പമുള്ളവർ ഇവരും ഒന്നിച്ചു തന്നെയാണ് രക്ഷപ്പെട്ടത്. സ്വാഭാവിക സംസ്ഥാനം വിട്ടിരിക്കാമെന്ന സൂചനയുണ്ട്. പക്ഷേ ഇവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പോലീസ് നൽകുന്നത്. അതോടൊപ്പം ഈ പരാതിക്കാരനായിട്ടുള്ള പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അത് വിശ്വസനീയമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു ഈ രൂപ അത് ഡോളറാക്കി മാറ്റാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുക, അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടടക്കം പരിശോധിക്കേണ്ടതാണ്. അത് എന്തിനാണ് ഇവരിങ്ങനെ ഈ പണം, അതായത് ഇന്ത്യൻ കറൻസി ഡോളർ ആക്കേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു, അതിന് വലിയ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തിന് ഇരകളായവരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം ഈ പ്രതികൾ രക്ഷപ്പെട്ട ഈ രഞ്ജിത്തും സംഘവും രക്ഷപ്പെട്ട വഴികൾ കേന്ദ്രീകരിച്ച് അവർ വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഇത് ഇന്നോവ കാർ, ഒരു ഗ്രേ കളറുള്ള ഇന്നോവ കാറാണ്. പക്ഷേ അത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാഹനം പൂർണ്ണമായും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷെ രഞ്ജിത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ ഈ കേസിൽ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ സഹായകരമാണ്. ഇനിയുള്ള നീക്കങ്ങൾ, അതായത് അതിവേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നവമി, ശരി. കാർ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോം കുര്യാക്കോസ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.